KSRTCയുടെ പുതിയ സ്വിഫ്റ്റ് ബസ്സുകളുടെ ചേസിസുകൾ പൊട്ടുന്ന സംഭവം തുടർക്കഥയാവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ KS-16 എന്ന AC ബസിന്റെ ചേസിസാണ് 2 മാസം മുൻപ് പൊട്ടിയത്. വെൽഡ് ചെയ്ത് വെച്ച ചേസിസുമായാണ് ബസ് ഇപ്പോഴും സർവീസ് നടത്തുന്നത്. KSRTC 100ലേറെ ബസ്സുകൾ ഒരുമിച്ച് വാങ്ങിയതിൽ വിവിധ സംഘടനകൾ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. റിപ്പോർട്ടർ ഫോളോ അപ്പ് വാർത്ത. തിരുവനന്തപുരത്ത് പുത്തൻ സ്വിഫ്റ്റ് ബസിന്റെ ചേസ് പൊട്ടിയ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ പത്തനംതിട്ടയിലും സമാന സംഭവമുണ്ടെന്ന വിവരം പുറത്തുവന്നു. 100ലേറെ ബസ്സുകൾ ഒന്നിച്ചു വാങ്ങിയ 2022 മാർച്ചിൽ വാങ്ങിയ AC ബസിന്റെ ചേസ് പൊട്ടി. ബംഗളൂരുവിലേക്ക് പോകുന്ന KS-16 ബസിന്റെ ചേസ് പൊട്ടി വെൽഡ് ചെയ്തു. വെൽഡിംഗ് പൊട്ടുമ്പോൾ വീണ്ടും വെൽഡ് ചെയ്യുകയാണെന്ന് ജീവനക്കാർ പറയുന്നു. തിരുവനന്തപുരത്തിന് പിന്നാലെ പത്തനംതിട്ടയിലും പുത്തൻ സ്വിഫ്റ്റ് ബസിന്റെ ചേസ് പൊട്ടിയതോടെ ജീവനക്കാരും ആശങ്കയിലായി. 2 വർഷത്തിനുള്ളിൽ ഒരു വാഹനത്തിൻ്റെ ചേസ് പൊട്ടുന്നത് അപൂർവമാണ്. എന്നാൽ എങ്ങനെ പൊട്ടിയെന്ന് അന്വേഷിക്കാതെ അറ്റകുറ്റപ്പണി നടത്താനാണ് KSRTC തീരുമാനം. ഇത് ജീവനക്കാരിൽ കടുത്ത പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. 100ലേറെ ബസ്സുകൾ സ്വിഫ്റ്റിന് വേണ്ടി വാങ്ങിയ സമയത്ത് തന്നെ സംഘടനകൾ പർച്ചേസ് അഴിമതി ആരോപിച്ചിരുന്നു. ഗതാഗത സെക്രട്ടറിയായി ബിജു പ്രഭാകർ ചുമതലയേറ്റതിന് പിന്നാലെ 100 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് പരസ്യമായി പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ അന്വേഷണം എവിടെയും എത്തിയതുമില്ല. പുത്തൻ വാഹനത്തിൻ്റെ ചേസ് പൊട്ടുക എന്നത് നിസ്സാര സംഭവമല്ല. കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് നടന്നതെന്ന് അന്വേഷിച്ചില്ലെങ്കിൽ അത് ജീവനക്കാരുടെ ആശങ്ക കൂട്ടുക തന്നെ ചെയ്യും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.